ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ക്യാമറ എടുക്കാവൂ. അതായത് റെസൊല്യൂഷൻ കൂടുതലുള്ള ക്യാമറയാണ്, നിങ്ങൾ ഫോട്ടോ പർപ്പസ് ആണ്, അതായത് ക്രോപ്പ് ചെയ്യുമ്പോൾ ഇമേജ് ക്വാളിറ്റി ഒന്നും കുറയാത്ത രീതിയിലുള്ള ഫോട്ടോ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ക്യാമറ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോണി ആൽഫ A7R6 എന്ന് പറയുന്ന ക്യാമറ ആയിരിക്കും. ഓൾമോസ്റ്റ് അതിനൊരു 5,17,000 രൂപ, 5,20,000 രൂപ ആ ഒരു ക്യാമറയ്ക്ക് വരുന്നുണ്ട്. കൂടാതെ ഒരു ബോഡിക്ക് മാത്രമുള്ള റേറ്റാണ് പറഞ്ഞത്. കൂടാതെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെൻസും പർച്ചേസ് ചെയ്യേണ്ടി വരും. ആൻഡ് എസ് സീരീസ് വരുമ്പോഴത്തേക്കും 3,50,000, 3,20,000 ആ ഒരു റേഞ്ചാണ്. എബോവ് 3,20,000 രൂപയ്ക്ക് മുകളിലുള്ള ക്യാമറയാണ് അത്. വീഡിയോ സ്പെഷ്യലി ഫോർ വീഡിയോഗ്രാഫേഴ്സിന് വേണ്ടി മാത്രമുള്ള ക്യാമറയാണ്. പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 12 MB മാത്രമേ നമ്മുടെ സെൻസർ പിക്സൽ ക്വാളിറ്റിയുള്ളൂ, പിക്സൽ റെസൊല്യൂഷനുള്ളത്. 12.6 MB അത്രയേ ഉള്ളൂ S3 വരുമ്പോൾ. ഇനി അടുത്ത വർഷത്തിൽ അവർ കൂട്ടുമെന്ന് തോന്നുന്നു. ആൻഡ് M4, M5 ഇത് വരുമ്പോഴത്തേക്കും 33 MB ആണ് ക്യാമറ റെസൊല്യൂഷൻ വരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് M4ലാണ്. ആൻഡ് എൻ്റെ കയ്യിൽ M3 ഉണ്ട് ആൻഡ് M4 ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ബോഡിയാണ്, M4 ബോഡി. ആൻഡ് നമ്മളിപ്പോൾ M4 എടുത്തതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണം. ഈ 2 പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ M4 പർച്ചേസ് ചെയ്തത്. ആൻഡ് C ആയിരുന്നു ആദ്യം ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ സിക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ M4 യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ വർക്കിനൊക്കെ പോകുമ്പോൾ കാർഡ് ഫുള്ളായി കഴിഞ്ഞാൽ ഉടനെ സെക്കൻഡ് സ്ലോട്ടിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് അതിലില്ല.